ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമദ് നാരായണീയം ദശകം 85, ജരാസന്ധവധം. രാജസൂയം. ദുഷ്ടബുദ്ധിയായ മഗധാധിപൻ ജരാസന്ധൻ ദിഗ്വിജയം നടത്തി 20,800 രാജാക്കന്മാരെ പിടിച്ച് കാരാഗൃഹത്തിലടച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അശരണരായ തങ്ങളെ രക്ഷിക്കണമെന്ന് ആർത്തത്രാണപരായണനായ ഭഗവാനോട് ദൂതൻ മുഖാന്തരം അവൻ അറിയിച്ചു. അവനെ കൊന്ന് തങ്ങളെ രക്ഷിക്കണമെന്നായിരുന്നു ദൂതൻ വശം അവർ അയച്ച അഭ്യർത്ഥന. ഭഗവാൻ ജരാസന്ധനെ നേരിടാൻ തയ്യാറായപ്പോഴാണ് യുധിഷ്ഠിരൻ രാജസൂയം നടത്താൻ പോകുന്നു എന്നും ഭഗവാൻ അതിൽ പങ്കെടുക്കണമെന്നുമുള്ള വിവരം നാരദനിൽ നിന്നും കേൾക്കുന്നത്. ജരാസന്ധവധത്തിനു പോകണോ അതോ രാജസൂയത്തിനു പോകണമോ എന്ന് നിശ്ചയിക്കാനാവാതെ ഭഗവാൻ കുഴപ്പത്തിലായി. അനന്തരം ക്രാന്തദർശിയായ ഉദ്ധവൻ എന്ന സജീവൻ രാജസൂയത്തിനു പോയാൽ രണ്ടും നടക്കും എന്ന് പറഞ്ഞതിനാൽ രാജസൂയത്തിന് പോകാൻ തീരുമാനിച്ചു. ഭഗവാൻ എല്ലാവരും ചേർന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. ഭഗവാൻ 16,008 ഭാര്യമാരുമൊത്ത് രാജസൂയ യജ്ഞത്തിൽ പങ്കുകൊള്ളാനെത്തി. അതിനുശേഷം യുധിഷ്ഠിരൻ ഭഗവാനോടൊന്നിച്ച് ഭീമസേനനെയും അർജുനനെയും ജരാസന്ധനെ തോൽപ്പിക്കാൻ മഗധയിലേക്കയച്ചു. അനന്തരം കൃഷ്ണനും ഭീമനും അർജുനനും ജരാസന്ധ രാജധാനിയായ ഗിരിവ്രജത്തിലെത്തി. ഭഗവാന്റെ കൈക്കൊണ്ട് വധിക്കപ്പെടാൻ അർഹതയില്ലാത്തതിനാൽ ഭീമസേനനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. ഭീമസേനനും ജരാസന്ധനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം അതിഭയങ്കരമായി 13 ദിവസം നീണ്ടുനിന്നു. ജരാസന്ധനെ രണ്ടായി പിളർന്നേ വധിക്കാനാവൂ എന്നറിയാവുന്ന കൃഷ്ണൻ ഒരു വൃക്ഷശാഖ രണ്ടായി പിളർന്ന് അടയാളം കാണിച്ചു കൊടുത്തു. ഭീമസേനൻ അത് കണ്ട് 2 കാലിലും പിടിച്ച് ജരാസന്ധനെ നിലത്തിട്ട് പിളർന്ന് താഴെയിട്ടു. ധർമ്മപുത്രർ അതിമഹത്തായ രാജസൂയം വിധി പോലെ ആരംഭിച്ചപ്പോൾ അത്യധികമായ സന്തോഷത്തോടെ എല്ലാവരും പങ്കുചേർന്നു. പിന്നീട് രാജസൂയ യാഗത്തിൽ പ്രധാനമായി ആചരിക്കേണ്ട അഗ്രപൂജയ്ക്കർഹനായ ഭഗവാന് ചെയ്തു. ഭഗവാൻ വൈരിയായ ശിശുപാലൻ ശ്രേഷ്ഠന്മാരായി പൂജാർഹരായ മുനിമാരും രാജർഷിമാരും ഇരിക്കുന്ന സദസ്സിൽ ഭഗവാനെ നിന്ദിച്ച് ആയുധമുയർത്തി പീഠത്തിൽ നിന്നെണീറ്റപ്പോൾ പാണ്ഡവന്മാർ അവനെ നേരിട്ടു. ശിശുപാലനെ നേരിടാൻ തുനിഞ്ഞ പാണ്ഡവന്മാരെ തടഞ്ഞിട്ട് ഭഗവാൻ തന്നെ ഭക്തനായ ശിശുപാലനെ ശത്രുക്കളെ പിളർക്കാൻ ശക്തമായ സുദർശന ചക്രം കൊണ്ട് തലമുറിച്ച് കൊന്നു. ആർക്കും പ്രാപിക്കാൻ ഏറെ പ്രയാസമുള്ള സായുജ്യം ശിശുപാലൻ നേടി. പിന്നീട് സർവാതിശായിയായ ശ്രേഷ്ഠതയുള്ള രാജസൂയ യജ്ഞം ഭഗവാൻ വേണ്ടവണ്ണം പര്യവസാനിപ്പിച്ചു. അലയോ ഗുരുവായൂരപ്പ, ദുഷ്ടനും അഭിമാനിയും വിരോധിയും ഒക്കെയായ ദുര്യോധനന്റെ സ്ഥലജലഭ്രമം ജലത്തിൽ ഉള്ള പതനത്തിൽ കലാശിച്ചപ്പോൾ പാഞ്ചാലിയും ഭീമസേനനും ചിരിച്ചു. ദുർജനനാശകനായ ഗുരുവായൂരപ്പ, എന്നെ രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമദ് നാരായണീയം ദശകം 85, ജരാസന്ധവധം രാജസൂയം. ശ്ലോകം 1.
തതോ മഖഥപൂഭൃതാ ചിരനിരോധ സംക്ലേശിതം സദാഷ്ടകയുധായുധദ്വിതയമീശ ഭൂമിഭൃതാം അനാഥശരണായ തേ കമപി പൂരുഷം പ്രാഹിണോദയാ ച തസമാഗത ക്ഷപണമേവ കിം ഭൂയസാ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. തതോ മഗധ ഭൂഭൃത ചിര നിരോധ സംക്ലേശിതം സദാഷ്ടക യുതായുധ ദ്വിതയം ഈശ ഭൂമിഭൃതാം അനാഥ ശരണായ തേ കമപി പൂരുഷം പ്രാഹിണോത് അയാചത സ മാഗധ ക്ഷപണം ഏവ കിം ഭൂയസ. അർത്ഥം: ഈശ സർവശക്തനായ ഭഗവൻ. തഥ അനന്തരം മഗധ ഭൂഭൃത മഗധ രാജാവായ ജരാസന്ധനാൽ ചിരനിരോധ സംക്ലേശിതം ഏറെ കാലമായി കാരാഗൃഹത്തിലടയ്ക്കപ്പെട്ട് ദുഃഖിക്കുന്ന ഭൂമിഭൃതാം രാജാക്കന്മാരുടെ സദാഷ്ടകയുധായുധദ്വിതയം 20,800 പേർ അനാഥശരണായ അനാഥന്മാർക്ക് ആശ്രയമായ തേ അങ്ങേക്കായിക്കൊണ്ട് കമപി പൂരുഷം ഒരാളിനെ പ്രാഹിണോത് അയച്ചു ഭൂയസാക്കിം വീണ്ടും അധികം പറയുന്നതെന്തിനാണ് സ അയാൾ മഗധക്ഷപണം ഏവ ജരാസന്ധൻ്റെ വധം തന്നെ അയാചത അഭ്യർത്ഥിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. തതോ മഗധ ഭൂഭൃത മഗധ എന്നുള്ളതിൻ്റെ ധ എന്ന് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ഭൂഭൃത ഭൂ എന്നുള്ളതും ഭൃ എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ചിരനിരോധ സംക്ലേശിതം നിരോധ ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. സദാഷ്ടകയുധായുധദ്വിതയം ഈശ ചേർത്തിട്ട് സദാഷ്ടകയുധായുധദ്വിതയമീശ അവിടെ നിന്ന് നിർത്താം. ആശ്ചര്യ ചിഹ്നമുണ്ട്. ഭൂമിഭൃതാം ഭൂമി ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ഭൃതാം എന്നുള്ളതിൻ്റെ ഭൃ എന്നും നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ദീർഘം മുർക്കം. അനാഥശരണായ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തേ കമപി പൂരുഷം പ്രാഹിണോദയാചത പ്രാഹിണോത് അയാചത ചേർത്ത് ചൊല്ലുമ്പോൾ പ്രാഹിണോദയാചത സ മാഗധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ക്ഷപണം ഏവ ചേർത്തിട്ട് മാഗധ ക്ഷപണമേവ ക്ഷ എന്നുള്ള അക്ഷരവും നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കിം ഭൂയസ ഭൂ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. തതോ മഗധ ഭൂഭൃത ചിരനിരോധ സംക്ലേശിതം സദാഷ്ടകയുധായുധദ്വിതയമീശ ഭൂമിഭൃതാം അനാഥശരണായ തേ കമപി പൂരുഷം പ്രാഹിണോദയാചത സമാഗധ ക്ഷപണമേവ കിം ഭൂയസ. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. യയാസുരഭിമാഗധം തദനു നാരദോദീരിതാത് യുധിഷ്ഠിരമഖോദ്യമാദുഭയകാര്യപര്യാകുല വിരുദ്ധജൈനോധ്വരാദുഭയസിദ്ധിരിത്യുദ്ധവേ ശശംസുഷി നിജൈഃ സമം പുരമിയേഥയൗധിഷ്ഠിരീം. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. യയാസുർ അഭിമാഗധം തദനു നാരദോദീരിതാത് യുധിഷ്ഠിര മഖോദ്യമാത് ഉഭയ കാര്യ പര്യാകുല വിരുദ്ധ ജൈനോധ്വരാത് ഉഭയ സിദ്ധിർ ഇത്യുദ്ധവേ ശശംസുഷി നിജൈ സമം പുരം ഇയേഥ യൗധിഷ്ഠിരീം. അർത്ഥം: അഭിമാഗധം
മഗധരാജനായ ജരാസന്ധൻ്റെ നേരെ ഈയാസു പോകാനാഗ്രഹിക്കുന്ന ത്വം അവിടുന്ന് തദനു അതിനുശേഷം നാരദോദീരിതാത് നാരദൻ പറഞ്ഞിട്ട് യുധിഷ്ഠിരമഖോദ്യമാത് യുധിഷ്ഠിരൻ്റെ യാഗത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അറിഞ്ഞു. ഉഭയകാര്യപര്യാകുല രണ്ടു കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവനായി വിരുദ്ധജയിന ശത്രുക്കളുടെ ജയത്തിനു ശേഷം ചെയ്യേണ്ട അധ്വരാത് രാജസൂയ യജ്ഞം കൊണ്ട് ഉഭയസിദ്ധി രണ്ടു കാര്യങ്ങളുടെയും സിദ്ധി ഇതി ഉണ്ടാകുമെന്ന് ഉദ്ധവേ ഉദ്ധവൻ ശശംസുഷി അറിയിച്ചപ്പോൾ നിജൈസമം സ്വന്തം ആളുകളോടുകൂടി യൗധിഷ്ഠിരീം യുധിഷ്ഠിരൻ്റെ പുരം നഗരത്തെ അതായത് ഇന്ദ്രപ്രസ്ഥം ഇയേഥ പ്രാപിച്ചു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. ഈയാസുർ അഭിമാഗതം ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ ഥം എന്നുള്ളതും തദനു നാരദോദീരിതാത് യുധിഷ്ഠിര ധി എന്നുള്ള അക്ഷരം ഇവിടെയും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. യുധിഷ്ഠിര ഷ്ഠി നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. മഖോദ്യമാത് ഖോ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. ഉഭയ ഭ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. കാര്യ പര്യാകുല അവിടെ വിസർഗം. വിരുദ്ധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജയിനോധ്വരാത് ധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ജയിന അധ്വരാത് എന്നാണത്. ഉഭയ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. സിദ്ധിർ ധി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഇത്യുദ്ധവേ ഇവിടെയും ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ശശംസുഷി നിജൈ സമം നിജൈ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സമം ഒരു സ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ നിജൈ സമം രണ്ട് സാന്ന് വേണം. പുരം ഇയേഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യൗധിഷ്ഠിരീം ധി എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയാനുള്ളതാണ്. അതേപോലെ ഷ്ഠിരീം എന്നുള്ളത് ഠി എന്നുള്ളത് നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. യൗധിഷ്ഠിരീം ഈയാസുരഭിമാഗതം തദനു നാരദോദീരിതാത് യുധിഷ്ഠിരമഖോദ്യമാതുഭയകാര്യപര്യാകുല വിരുദ്ധജൈനോധ്വരാദുഭയസിദ്ധിരിത്യുദ്ധവേ ശശംസുഷി നിജൈസമം പുരമിയേഥ യൗധിഷ്ഠിരീം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.